ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റിന് അവകാശവാദം ഉന്നയിച്ച് INTUC സീറ്റ് നൽകിയില്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കും എന്നാണ് സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരന്റെ മുന്നറിയിപ്പ്. മറ്റെല്ലാ പാർട്ടികളും തൊഴിലാളി വിഭാഗത്തെ ചേർത്ത് പിടിക്കുമ്പോൾ കോൺഗ്രസ് INTUCയെ കൂടെ നിർത്തുന്നില്ല എന്നും R ചന്ദ്രശേഖർ കുറ്റപ്പെടുത്തി. ആലപ്പുഴ സീറ്റിലാണ് INTUCയുടെ കണ്ണ്. കൊല്ലത്ത് NK പ്രേമചന്ദ്രന് സീറ്റ് കൊടുക്കുന്നതും അതിനെയും R ചന്ദ്രശേഖരൻ വിമർശിച്ചു. അങ്ങനെ മാറ്റി നിർത്തപ്പെടേണ്ട ഒരു സംഘടനാ സംവിധാനമല്ല INTUCക്കുള്ളത്. അത് വ്യക്തമായി ഇന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. INTUCക്ക് കേരളത്തിലെ 16 കോൺഗ്രസിൻ്റെ സീറ്റുകളിൽ ഒരു സീറ്റ് കൃത്യമായി ലഭ്യമാകണം. അങ്ങനെ ലഭ്യമാകുന്നില്ല എങ്കിൽ INTUC സംസ്ഥാന കമ്മിറ്റി കൃത്യമായ നിലപാടിലേക്ക് ഈ തെരഞ്ഞെടുപ്പിൽ പോകും എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. അഖിൽ ഷാ അൻസാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അഖിൽ ഷാ, INTUCയുടെ ആ ഒരു വാദം, അത് മറ്റ് പാർട്ടികൾ അവർ തൊഴിലാളി സംഘടനകളെല്ലാം ചേർത്ത് നിർത്തുന്നു. പക്ഷേ കോൺഗ്രസിൻ്റെ കാര്യത്തിൽ അത് അങ്ങനെ നടക്കുന്നില്ല എന്നുള്ളൊരു പരാതി. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ്, അതുതന്നെയാണ് അവരുടെ ലക്ഷ്യം, അല്ലേ? തീർച്ചയായിട്ടും സ്മിത, നമ്മൾ ഈ നേരത്തെ കണ്ടതുപോലെ തന്നെ വലിയ വിമർശനമാണ് കോൺഗ്രസിന് INTUCയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതായത് മറ്റ് പാർട്ടികളൊക്കെ അവരുടെ തൊഴിലാളി സംഘടനകളെ വളരെയധികം ചേർത്ത് പിടിക്കുമ്പോൾ എന്തുകൊണ്ട് കോൺഗ്രസ് മാത്രം ഈ INTUCയെ തഴയുന്നു എന്നുള്ളൊരു വലിയ വിമർശനം ഈ R ചന്ദ്രശേഖരൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. ഏറ്റവും പ്രധാനമായും അവർ ചൂണ്ടിക്കാട്ടിയ കാര്യം, അതായത് CPI ഉൾപ്പെടെയുള്ള ആളുകൾ MP ആയി പോയത് അവരുടെ തൊഴിലാളി സംഘടനകളിൽ നിന്നുള്ള ആളുകളെയാണ് അവർ MP ആക്കി വിട്ടത്. എന്തുകൊണ്ട് കോൺഗ്രസ് അത്തരത്തിലൊരു നിലപാടെടുക്കുന്നില്ല, അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എന്തുകൊണ്ട് INTUCക്ക് സീറ്റ് നൽകുന്നില്ല തുടങ്ങിയ ഗുരുതരമായ ആക്ഷേപങ്ങളാണ് അവർ കോൺഗ്രസിനോട് ചോദിക്കുന്നത്. എന്തായാലും വലിയ വിമർശനവുമായാണ് ഇന്നിവർ രംഗത്തെത്തിയത്. ഒപ്പം ഈ കൊല്ലം സീറ്റിൽ ഉൾപ്പെടെ ഈ NK പ്രേമചന്ദ്രന് കൊടുക്കുന്ന കാര്യത്തിലൊക്കെ വലിയ വിമർശനം ഇവർ ഉന്നയിച്ചു. ഏറ്റവും പ്രധാനമായിട്ടും ഇന്ന് ചൂണ്ടിക്കാട്ടിയത് ഒരു സീറ്റ് അത് ഇത്തവണ നിർബന്ധമായും INTUC പ്രതിനിധികൾക്ക് നൽകണം. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരു സീറ്റ് അത് അവർക്ക് അവകാശപ്പെട്ടതാണെന്നുള്ളൊരു കാര്യമാണ് R ചന്ദ്രശേഖരൻ ഇന്ന് വ്യക്തമാക്കിയത്. അത്തരത്തിൽ ഒരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ അവരുടെ നിലപാട് കടുപ്പിക്കേണ്ടി വരും. ഒടുവിൽ അത് ഒറ്റയ്ക്ക് നിന്ന് മത്സരിക്കുന്ന ഒരു തരത്തിലേക്ക് പോകേണ്ടി വരും എന്നുള്ളൊരു കാര്യവും എന്നൊരു സൂചന അത് വ്യക്തമായ താക്കീതായി തന്നെ R ചന്ദ്രശേഖരൻ നൽകിയിരുന്നു. നേരത്തെയൊക്കെ നമ്മൾ കണ്ടതുപോലെ തന്നെ കഴിഞ്ഞ തവണയും ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരത്തിൽ സീറ്റ് ആവശ്യപ്പെട്ടിരുന്നു. അന്ന് കോൺഗ്രസ് പറഞ്ഞത് ഇത്തരത്തിലൊരു ജീവൻ മരണ പോരാട്ടം അത് നടത്താനുള്ളൊരു ശേഷി പ്രസ്ഥാനത്തിലില്ല. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ സീറ്റ് ലഭിച്ചിട്ടുമുണ്ടായിരുന്നില്ല. പക്ഷേ ഇത്തവണ അത് കുറച്ചുകൂടി കടുപ്പിച്ച് വലിയ വിമർശനത്തോടു കൂടിയാണ് INTUC രംഗത്തെത്തിയിരിക്കുന്നത്. സീറ്റ് നൽകിയില്ല എന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് നിന്ന് മത്സരിക്കാനുള്ള തീരുമാനത്തിനാണ് INTUC ഉള്ളതൊപ്പം ആലപ്പുഴ സീറ്റിലാണ് ഇവരുടെ കണ്ണെങ്കിലും അത് നിർബന്ധമില്ല. സംസ്ഥാനത്തെ എല്ലാ മണ്ഡലങ്ങളിലും നിന്ന് ജയിക്കാനുള്ള ത്രാണി INTUCയിലുണ്ട്. അതുകൊണ്ട് തന്നെ കിട്ടിയാൽ ആലപ്പുഴ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സീറ്റ് INTUCയിൽ ഉറപ്പാക്കണം എന്നുള്ളൊരു ആവശ്യമാണ് അവർ രംഗത്ത് വന്നത്. ശരി, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് അത് തങ്ങൾക്കെന്ന അവകാശവാദം ഉന്നയിച്ചിരിക്കുകയാണ് ഇപ്പോൾ INTUC. അഖിൽ ഷാ അൻസാറാണ് വിവരങ്ങളുമായി ചേർന്നത്.